ഹലോ വെൽക്കം ബാക്ക് ടു പ്രിൻസീസ് ടേസ്റ്റൈൽ. കോഴിക്കട്ട ശനിയാഴ്ചയല്ലേ, അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോഴിക്കട്ട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നന്നായി വറുത്തെടുത്ത അരിപ്പൊടി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് 1.5 കപ്പ് പൊടിച്ച ശർക്കര ഇട്ട് കൊടുത്തു. അതിലേക്ക് ഒരു 1/2 കപ്പ് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്ത് ശർക്കരയൊന്ന് നന്നായി ഒന്ന് ഉരുക്കിയെടുക്കാം. നന്നായി തന്നെ തിളപ്പിച്ച് ഉരുക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ അരിച്ചെടുത്ത ശർക്കര നമ്മൾ ഒന്നും കൂടെ ആ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് നന്നായി ഒന്ന് ഇച്ചിരി ഒന്ന് തിക്കാവുന്നതിന് വരെ ഒന്ന് നമുക്ക് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമ്മളൊരു പാത്രത്തിൽ നമുക്ക് ആവശ്യമായ തിളപ്പിക്കാൻ ആവശ്യമായ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിലും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തിളപ്പിക്കണം. അപ്പോൾ ഈ ശർക്കര ഇവിടെ ഉരുകുവാണ്. നന്നായി ഉരുക്കിയെടുത്ത ശർക്കരയിലേക്ക് നമുക്ക് ഒരു 2 കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചേർത്ത് കൊടുത്ത് തേങ്ങയുടെ വെള്ളം പറ്റുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ചുക്കുപൊടി, ഏലക്കാപ്പൊടി, ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി ഒന്ന് മാറ്റി വയ്ക്കാം. വറുത്ത അരിപ്പൊടിയെല്ലാം ഇവിടെ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് നമ്മൾ ഒന്ന് സ്പാച്ചില വിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ചൂടുവെള്ളം വേണം, നല്ല തിളച്ച വെള്ളം വേണം നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുവാണ്. ഒരു സ്പാച്ചില കൊണ്ട് നമുക്ക് ഒരു കൈ തൊടാൻ പാകമാവുന്നതിന് വരെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒന്നും കൂടെ നന്നായി തന്നെ കുഴച്ചെടുക്കുക. നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കാനായി കുറച്ച് നേരം കൂടെ മാറ്റി വയ്ക്കാം. ഈ ഒരു സമയം കൊണ്ട് ശർക്കരയൊക്കെ ഓരോ ചെറിയ ബോളായിട്ട്, ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള ചെറിയ ബോളായിട്ട് നമ്മൾ ഉരുട്ടി വെക്കുകയാണ്. ചെറിയ ചൂടോട് കൂടി തന്നെ ഇങ്ങനെ ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ കുഴച്ച് വെച്ച മാവും ഇതേപോലെ ഓരോ ബോളായിട്ട് നമ്മൾ മാറ്റി വെച്ചു. ഇനി കുറച്ച് വെള്ളം എടുത്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഓരോ ഉരുള എടുത്തു. വെള്ളത്തിലൊന്ന് തള്ളവിരൽ മുക്കിയതിന് ശേഷം നമ്മൾ ഓരോ കുഴി ഉണ്ടാക്കി ആ കുഴിയിലേക്കാണ് നമ്മൾ ഈ ഓരോ ഉരുള ശർക്കര വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് സീൽ ചെയ്ത് നമ്മളത് റെഡിയാക്കി എടുക്കുകയാണ്. ഇതുപോലെ എല്ലാം ഉരുട്ടിയെടുക്കുക. ഇങ്ങനെ ഉരുട്ടി വെച്ച കൊഴുക്കട്ടയെല്ലാം നമ്മൾ നന്നായി വെട്ടി തിളയ്ക്കുന്ന സ്റ്റീമറിലേക്ക് വെച്ച് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുകയാണ്. ഒരു 15 മിനിറ്റ് നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കുക. സ്റ്റീം ചെയ്തെടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമ്മൾ ഓഫ് ചെയ്ത് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് തുറന്ന് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോഴിക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഓഷാനയുടെ ആശംസകൾ. ടേക്ക് കെയർ. ബൈ.